സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ -4 അതായത് കുടിവെള്ളം വരെ ഫ്രീസായി പോകും. ഞാൻ വന്ന ഒരു സ്ഥലം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിലൂടെ ട്രെക്ക് ചെയ്ത് വന്നു. ഏകദേശം 4.5 മണിക്കൂറിനടുത്ത് എനിക്ക് വേണ്ടി വന്നു. എൻ്റെ 50 kg ലഗേജ് ഉള്ളത് കൊണ്ടാണ്. നോർമലി വില്ലേജസ് പോകുന്നത് ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടാണ്. ആ താഴെ കാണുന്നത് നേപ്പാളിലെ ഡാർചോള ജില്ലയിൽ വരുന്ന മാക്രി ഘാട്ട് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹാപ്പി ഹിമാലയ സൈഡാണ്. ആ ദൂരെ കാണുന്നതാണ് ഹാപ്പി ഹിമാലയ. അതിന് തൊട്ടപ്പുറം ചൈനയാണ് വരുന്നത്. അതായത് വേറൊരു രാജ്യത്തിൻ്റെ ഒരു വലിയ മൗണ്ടെയിൻ ബോർഡറാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതായത് ഇവിടെ കണ്ടോ, ഈ വെള്ളമൊക്കെ ഇവിടെ ഫ്രീസായി പോകും രാവിലെ. കാരണം -10, -15 നൈറ്റ് വരുന്നുണ്ടെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. അതാണ് എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്നത്. എനിവേ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. ചൗലാനി നദിയുടെ ഒരു ഉത്ഭവ സ്ഥലമാണ് ഹാപ്പി ഹിമാലയ എന്ന് പറയുന്നത്. ഈ മൗണ്ടെയിൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാരണം ഇതിന് മുകളിലൊക്കെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കൂടുതൽ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരാം. ലഗേജ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ്. -4 പറയുമ്പോൾ തണുപ്പാണ്. ഈ വെയിലുള്ളത് കൊണ്ടാണ് ഒരു സന്തോഷം.